ടെസ്റ്റ് ക്രിക്കറ്റിൽ ഞാൻ ഇന്ത്യൻ ജേഴ്സി അണിയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 14 വർഷം പൂർത്തിയാകുന്നു. ഈ ഫോർമാറ്റ് എന്നെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഒരിക്കൽ പോലും ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു, കഠിനാധ്വാനം ചെയ്തു. ഗ്രൗണ്ടിൽ എനിക്ക് സാധ്യമായതെല്ലാം ഞാൻ പ്രാവർത്തികമാക്കി. ഇതാണ് ശരിയായ സമയമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദിയോടെ ഞാൻ വിട പറയുകയാണ് ഈ ഗെയിമിനോടും എനിക്കൊപ്പമുണ്ടായിരുന്ന കളത്തിലിറങ്ങിയവരോടും. ഒരു ചെറുപുഞ്ചിരിയോടെ അല്ലാതെ എൻ്റെ ടെസ്റ്റ് കരിയറിനെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കില്ല. നീണ്ട 14 വർഷക്കാലം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ നെടുന്തൂണായ വിരാട് കോഹ്ലി വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയാണ്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് കോഹ്ലിയുടെ ടെസ്റ്റ് അരങ്ങേറ്റം. ഈ വർഷം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനമായി താരം പാഡ് അണിഞ്ഞത്. സച്ചിൻ ഒഴിച്ചിട്ട 4-ാം നമ്പറിൽ സച്ചിനോളമായില്ലെങ്കിലും കോഹ്ലി ക്രീസിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ജനതയ്ക്കൊരു ആത്മവിശ്വാസം കൂടിയായിരുന്നു. 123 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 9230 റൺസ് സ്വന്തമാക്കിയ കോഹ്ലി 68 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച് 40 വിജയങ്ങളും സ്വന്തമാക്കി. 46 ശരാശരിയിൽ 31 അർദ്ധ സെഞ്ചുറിയും 30 സെഞ്ചുറിയും 7 ഇരട്ട സെഞ്ചുറിയും കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട്. സൗരവ് ഗാംഗുലിക്ക് ശേഷം ഇന്ത്യ കണ്ട അഗ്രസീവ് ക്യാപ്റ്റനായും കളിക്കളത്തിൽ സ്വന്തം ടീംമേറ്റിനെ ആരെങ്കിലും വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കുന്ന മനോഭാവവും കോഹ്ലിയെ ഗ്രൗണ്ടിൽ വേറിട്ട് നിർത്തിയിരുന്നു. വിരമിക്കൽ തീരുമാനത്തിൽ പുനരാലോചന നടത്താൻ BCCI ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല. രോഹിത്തിന് പുറമെ കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുകയാണ്. ടെണ്ടുൽക്കർക്ക് ശേഷം ഏറ്റവും മികച്ച റിട്ടയർമെൻറ്റ് അർഹിച്ച ഒരു കളിക്കാരൻ തന്നെയായിരുന്നു കോഹ്ലി. കഴിഞ്ഞ T20 ലോകകപ്പോടുകൂടി കുട്ടി ക്രിക്കറ്റും മതിയാക്കിയ താരത്തെ ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക.